നമസ്കാരം എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. നമ്മുടെ ഒരു അതായത് ഈ മാസം 25-26 ഒരു പ്രോഗ്രാമുണ്ട്, ജിയോ കേരളം 2026. അതിനെപ്പറ്റി വിശദീകരിക്കാനാണ് ഇപ്പം നമ്മൾ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാം അറിയുന്ന പോലെ കഴിഞ്ഞ മഴക്കാലം വന്നപ്പോൾ തീരെ പ്രതീക്ഷിക്കാത്ത വലിയ മൺസൂൺ വന്നു. ഒരുപാട് റോഡുകളും പാലങ്ങളൊക്കെ പൊളിഞ്ഞു വീണു. അപ്പോൾ ആ മണ്ണിന്റെ ഘടനയെപ്പറ്റി ചർച്ച ചെയ്യാനും ഇത്തരം പ്രശ്നങ്ങളെപ്പറ്റി ഡിസ്കസ് ചെയ്യാനും അതിന്റെ ഒരു പരിഹാരം കാണാനും വേണ്ടിയാണ് ഈ പ്രോഗ്രാം ജിയോ കേരളം. അപ്പോൾ നമ്മൾ ഇപ്പം ചെയ്യുന്ന മരീൻ എഞ്ചിനീയറിംഗ് കോളേജ് സിവിൽ ഡിപ്പാർട്ട്മെന്റും നമ്മുടെ ഇന്ത്യൻ ജിയോ സൊസൈറ്റി ട്രിവാൻഡ്രം ചാപ്റ്റർ, കൊച്ചി ചാപ്റ്റർ, പാലക്കാട് ചാപ്റ്റർ, കോഴിക്കോട് ചാപ്റ്റർ എല്ലാം കൂടെ ചേർന്നിട്ടാണ് പ്രോഗ്രാം. ഇതിൽ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ വിദ്യാർത്ഥിയെക്കാട്ട് ഒരുപാട് മത്സരങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളെ പറ്റി പഠിക്കുവാനായിട്ട് ഒരുപാട് ക്ലാസ്സുകളുണ്ട്. നമ്മുടെ പുതിയ എഞ്ചിനീയേഴ്സിനെ, അതായത് വരും തലമുറ എഞ്ചിനീയർമാരെ ഈ മേഖലയിൽ ട്രെയിൻ ചെയ്യാനും അതിലൊരു പ്രാവീണ്യം ഉണ്ടാക്കിയെടുക്കുകയാണ് ലക്ഷ്യം. അപ്പോൾ മരീൻ എഞ്ചിനീയറിംഗ് കോളേജ് സിവിൽ ഡിപ്പാർട്ട്മെന്റും IGS ട്രിവാൻഡ്രം ചാപ്റ്ററും കൊച്ചി ചാപ്റ്ററും കോഴിക്കോട് ചാപ്റ്ററും പാലക്കാട് ചാപ്റ്ററും എല്ലാം കൂടെ ചേർന്നിട്ടാണ് പ്രോഗ്രാം. ഈ വരുന്ന 25-26 മരീൻ എഞ്ചിനീയറിംഗ് കോളേജാണ് വേദി. ജിയോ കേരളം എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഇതിന്റെ രണ്ടാമത്തെ എപ്പിസോഡ്, ആദ്യത്തേത് കൊച്ചിയിൽ വെച്ച് നടക്കുകയാണ് ഉണ്ടായത്. അത് ഇന്ത്യൻ ജിയോ ടെക്നിക്കൽ സൊസൈറ്റിയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ചെയ്തത്. ഇപ്പോൾ അതിന്റെ തുടർച്ചയാണ് നമ്മൾ ചെയ്യുന്നത്. വളരെയധികം കുട്ടികൾ ഇതിൽ പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കുട്ടികളിൽ ഈ സബ്ജക്റ്റിനോട് ഒരു ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിനോട് ഒരു താല്പര്യം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ ഇതിൽ കൂടെ നടത്തുന്നത്. ഇപ്പൊ രസകരമായിട്ട് എങ്ങനെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഇൻവോൾവ് ചെയ്യാം എന്നുള്ളതിലേക്ക് ലക്ഷ്യം വെച്ചിട്ടുള്ള പരീക്ഷണ ശില്പശാലകളും അതുപോലെ തന്നെ രസകരമായ മത്സരങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് സംവിധാനം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഒരുപാട് ഫെയിലിയറുകൾ ഉണ്ടായിട്ടുണ്ട് എർത്ത് സ്ട്രക്ചേഴ്സിന് ഈ അടുത്ത കാലത്ത്. അപ്പോൾ അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു പ്രസന്റേഷൻസും, അതായത് IIT പാലക്കാട് നിന്നുള്ള അധ്യാപകരുണ്ട്, അതുപോലെ തന്നെ പ്രശസ്തരായ കൺസൾട്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ധാരാളം പേർ, അതുപോലെ തന്നെ ഞങ്ങളുടെ നാഷണൽ പ്രസിഡന്റും അതുപോലെ നാഷണൽ സെക്രട്ടറിയും അവരും ഇതിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ ഇവന്റ് ആയിട്ടാണ് ഞങ്ങൾ ഇത് വിഭാവനം ചെയ്യുന്നത്. ഇതിലേക്കുള്ള ഒരു അനൗൺസ്മെന്റ് ആണ് ഞങ്ങൾ ഇവിടെ നടത്തുന്നത്. എല്ലാവർക്കും ഞങ്ങളുടെ എളിയ നമസ്കാരം. ആക്ച്വലി മരീൻ എഞ്ചിനീയറിംഗ് കോളേജിന്റെ രജത ജൂബിലി വർഷമാണ് ഈ ഒരു വർഷം. ഇതിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റും ഇന്ത്യൻ ജിയോ ടെക്നിക്കൽ സൊസൈറ്റിയുടെ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കാലിക്കറ്റ്, പാലക്കാട് ചാപ്റ്റേഴ്സ് ഒരുമിച്ച് ചേർന്നിട്ട് ഒരു സാങ്കേതികമായിട്ടുള്ളൊരു കോൺക്ലേവ് ആണ് ഈ ജിയോ കേരളം ഉദ്ദേശിക്കുന്നത് 2026. അതിൽ കുട്ടികൾക്കായിട്ട് 4 ഇവന്റുകളുണ്ട്, കോമ്പറ്റീഷൻസ് ഉണ്ട്. ജിയോത്തോൺ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ നമ്മുടെ മഴ കാരണം ഇഷ്യൂസ് വരുന്നു, അത് കാരണം റോഡിൽ വിള്ളലുകൾ പെട്ടെന്ന് വീഴുന്നു, ഫെയിലിയർ സംഭവിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫെയിലിയേഴ്സിന് റിലേറ്റ് ചെയ്തിട്ടാണ് കോമ്പറ്റീഷൻസ് എല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്ത് അതിൻ്റെ പ്രോജക്റ്റ് ഐഡിയ കൊടുത്തിട്ട് അവർ പങ്കെടുക്കുന്നതാണ് ജിയോത്തോൺ എന്ന് പറയുന്നൊരു പ്രോഗ്രാം. പിന്നെ ജിയോ ക്വിസ് ഉണ്ട്, അതെല്ലാം മണ്ണിനനുബന്ധിച്ചിട്ടുള്ള മേഖലയിലാണ്. പിന്നെ ജിയോ ഫ്രെയിം ഉണ്ട്, ഫെയിലിയറിനെ കുറിച്ച് കോൺസെപ്റ്റ് കൊടുത്തിട്ട് അവർ പോസ്റ്ററാക്കി അതിൻ്റെ കോമ്പറ്റീഷൻ. പിന്നെ സോയിൽ ഇൻ എ സ്നാപ്പ് എന്ന് പറയുന്നത്, അത് കറണ്ടായിട്ട് നമ്മളൊരു ഡേറ്റ് കൊടുത്ത് ആ ഡേറ്റിൽ ഫെയിലിയേഴ്സ് നടക്കുന്നതിനെ കുറിച്ച് കുട്ടികളെ എടുത്തിട്ട് അതിൻ്റെ കോമ്പറ്റീഷനാണ്. ഈ 4ഉം സ്റ്റുഡൻറ് കോമ്പറ്റീഷനാണ്. കൂടാണ്ട് 2 ദിവസമായി നടക്കുന്ന കോൺക്ലേവിൽ ഇനോഗ്രേഷൻ നമ്മുടെ മുഖ്യ അതിഥികളായിട്ട് വരുന്നത് എഞ്ചിനീയർ പുരുഷോത്തമൻ സാർ, കിഫ്ബിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. പിന്നെ വരുന്നത് ഡോക്ടർ ബാബ സാറാണ്, കോസ്റ്റൽ എറോഷൻ്റെ ആദ്യത്തെ, അതായത് കേരള സ്റ്റേറ്റിൽ ആദ്യമായിട്ടുള്ള കോസ്റ്റൽ എറോഷൻ കേരളത്തിൽ കൊണ്ടുവന്ന സയൻറ്റിസ്റ്റാണ്, NSSലെ സയൻറ്റിസ്റ്റാണ്. പിന്നെ ഉള്ളത് ഡോക്ടർ കെ ബാലൻ സാറ്, IGSന്റെ നേരത്തെ നമ്മുടെ ട്രിവാൻഡ്രം ചെയർമാൻ ആയിരുന്നു, ഇപ്പോൾ സാറ് മെയിൻ ബോഡി നാഷണൽ ബോഡി അംഗമാണ്. സാർ ആണ് ഒരു സെഷൻ. പിന്നെ കൺസൾട്ടൻറ്റ് ജിമ്മി തോമസ് സാറ് IGS കൊച്ചിയിൽ നിന്ന്. പിന്നെ ഡോക്ടർ വന്ദന ശ്രീധരൻ നമ്മുടെ കാലിക്കറ്റ് ചാപ്റ്ററിൽ നിന്ന്. പിന്നെ ഡോക്ടർ ദിവ്യ IIT പാലക്കാട് നിന്നുള്ള സ്പീക്കേഴ്സാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കൂടാണ്ട് പ്രത്യേകമായിട്ട് നമ്മുടെ വിമൻ ഇൻ ജിയോ ടെക്നിക് എന്നൊരു കോൺസെപ്റ്റ്, അതായത് മണ്ണിൽ പ്രൊഫസേഴ്സ് ആയിട്ട് അക്കാഡമിഷ്യൻ റിസർച്ചിൽ വന്നവരും പിന്നെ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്ത എല്ലാ നമ്മുടെ പ്രഗത്ഭരായ എല്ലാ വനിതാ ആളുകളെയും എല്ലാവരെയും പ്രൊഫസേഴ്സിനെയും
ഒരു വേദി കൊണ്ടുവരിക, അവരെ നമ്മൾ ഓണർ ചെയ്യുക എന്നൊരു പ്രത്യേക ഒരു അജണ്ടയും കൂടെ എൻ്റെ പിന്നിലുണ്ട്. എന്നിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫൈനൽ വാലിഡിറ്റി എന്ന് പറയുന്നത് 26-ാം തീയതി ലാസ്റ്റാണ്. 25-ന് രാവിലെ വേദി മറൈൻ എഞ്ചിനീയറിംഗ് കോളേജാണ്. ഞങ്ങളുടെ രജത ജൂബിലി വർഷം കൂടാണ്. ഞാൻ മറൈൻ കോളേജ് HOD ഡോക്ടർ റാണിയാണ്. ഇത് ചെയർമാൻ ഓഫ് തിരുവനന്തപുരം ചാപ്റ്റർ ഡോക്ടർ ജയമോഹൻ സാറാണ്. ഉണ്ണികൃഷ്ണൻ സാർ, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ സാർ റിട്ടയർഡ് പ്രൊഫസർ ഫ്രം CET ആണ്. സാറ് മുൻ ചെയർമാനായിരുന്നു, ഇപ്പം നാഷണൽ ബോഡി അംഗമാണ്. ജയമോഹൻ സാറ് LBSന്റെ ജോയിന്റ് ഡയറക്ടറാണ്. ഇത് ഡോക്ടർ ഷാലിനി നാറ്റ്പാക്കിലെ സയന്റിസ്റ്റാണ്. മാഡമാണ് ട്രഷറർ ഓഫ് IGS. ദെൻ പ്രൊഫസർ കണ്ണൻ മറൈൻ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറിന് എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ദെൻ പ്രൊഫസർ രേവതി ഉണ്ട്. ഇനി ഒരാളും കൂടെ ഉണ്ട്. ഞാൻ എന്താ ടീച്ചർ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യും. ഡോക്ടർ ജയശ്രീ ടീച്ചറാണ് സെക്രട്ടറി ഓഫ് IGS ഒന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ടീച്ചർ IGS നമ്മുടെ തിരുവനന്തപുരം ചാപ്റ്ററിന്റെ സെക്രട്ടറി ഡോക്ടർ PK ജയശ്രീ ആണ്. ടീച്ചർ CETയുടെ അലുമിനിയുടെയും പ്ലേസ്മെന്റിന്റെയും എല്ലാത്തിനും റെക്കോർഡ് മേടിച്ച ആളാണ്. ബെസ്റ്റ് ടീച്ചർ അവാർഡ് മേടിച്ച ഒരാളാണ്. അപ്പം ഞങ്ങളെ ഫുൾ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ കേരളം 2026 അമനോഹരമാക്കാൻ എല്ലാവരുടെയും സഹകരണം ഞങ്ങളോട് ഉണ്ടാവണം. അപ്പോൾ എല്ലാവരും ഞങ്ങൾ അതിനെ കൂടെ കൂടുതൽ നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ കൂടെ ഞങ്ങളെ കേരളം മൊത്തം അറിയണം. കേരളം മാത്രമല്ല, ഇത് വേൾഡിൽ നിന്നുള്ള ഇപ്പം നമ്മുടെ മെമ്പേഴ്സും എല്ലാം വരുന്നുണ്ട്. IGSന്റെ പ്രസിഡന്റ് ഡോക്ടർ അനിൽ ജോസഫ് സാറും ഡോക്ടർ AP സിംഗ് സാറും ഡൽഹിയിൽ നിന്ന് അവരും ജോയിൻ ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. ബാക്കി അന്യ സംസ്ഥാനത്തിലുള്ള എല്ലാ സ്റ്റുഡൻസിനെയും ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഫാക്കൽറ്റീസ്. ഞാൻ സെക്രട്ടറി മാഡത്തിനും കൂടെ കൊടുക്കുകയാണ്. ഗുഡ് മോർണിംഗ്. ആദ്യമായി ക്ഷമ ചോദിക്കുന്നു, കുറച്ച് ലേറ്റ് ആയതിൽ 11:30 ഞാൻ അറിഞ്ഞിരുന്നത്. ഇവിടെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 25, 26 2 ദിവസങ്ങളിൽ ആയിട്ടാണ് ജിയോ കേരളം എന്ന് പറഞ്ഞ ഈ പരിപാടി മറൈൻ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് നടത്തുന്നത്. കഴിഞ്ഞ വർഷം 2 വർഷം മുന്നേ ഇത് കൊച്ചിൻ ചാപ്റ്ററാണ്. IGSന് ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട് ഇന്ത്യ മുഴുവനും. ഇന്ത്യൻ ജിയോ ടെക്നിക്കൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഭൂമിയെക്കുറിച്ച് സ്റ്റഡി ചെയ്യാനും സോയിലിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനും ഒരുപാട് എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ്. ഇവിടെ കേരളത്തിൽ ഒരുപാട് പേര് അതിൽ ആക്റ്റീവ് മെമ്പേഴ്സ് ആയിട്ടുണ്ട്. അപ്പം അവർ സംഘടിതമായി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊള്ളുന്നു. താങ്ക് യു. ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. നമ്മുടെ മറൈൻ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പാനലിൽ ഞാൻ ഡോക്ടർ റാണിയാണ് ഓർഗനൈസിംഗ് സെക്രട്ടറി. എൻ്റെ ഓർഗനൈസിംഗ് ചെയർമാൻ ഡോക്ടർ ജയമോഹൻ സാറാണ്. എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് പ്രൊഫസർ കണ്ണൻ സിവിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഉണ്ട്. പിന്നെ പ്രൊഫസർ രേവതി ഉണ്ട്. പ്രൊഫസർ അശ്വതി ഉണ്ട്. അശ്വതി എന്ന് വന്നില്ല, കോളേജിൽ കുറച്ച് കാര്യങ്ങളായിട്ട് എൻഗേജ് ആണ്. പിന്നെ ജിയോ കേരളം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടോടുകൂടി ഞങ്ങളെ എന്താ പറയുക ഹൈലൈറ്റ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് എല്ലാ മീഡിയയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും വിചാരിക്കുന്നു.